ശരി കുട്ടികളെ, 2026 ആസിയാൻ ഉച്ചകോടിയുടെ വേദിയാണ് ചോദ്യം. 2026 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ആർക്കെങ്കിലും അറിയോ? 2026 ആസിയാൻ ഉച്ചകോടിയുടെ വേദി അറിയാതുള്ള കമന്റ് ചെയ്തേ. 2026 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ആരും കമന്റ് ചെയ്യുന്നില്ല. അറിഞ്ഞുടങ്ങി കമന്റ് ചെയ്യും, വെറുതെ നിൽക്കാതാ. 2026 ആസിയാൻ ഉച്ചകോടിയുടെ വേദി അറിയില്ല. ഓക്കെ, അങ്ങനെ അന്തസ്സായിട്ട് പറ, എനിക്കറിയില്ല. 2026 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസ് ആണ് 2026 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഫിലിപ്പീൻസ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോണം, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന സാധനമാണ് ആസിയാൻ. ആസിയാൻ ഉച്ചകോടിയുടെ വേദി 2026 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഫിലിപ്പീൻസ് ആണ്. ഓക്കെ, എന്താണ് കുട്ടികളെ ആസിയാന്റെ പൂർണ്ണരൂപം എന്താണ്? ആസിയാന്റെ പൂർണ്ണരൂപം എന്താണ്? ആസിയാന്റെ പൂർണ്ണരൂപം എന്താ കുട്ടികളെ പറഞ്ഞ? ആസിയാൻ ഫുൾ ഫോം ഓഫ് ആസിയാൻ എന്താ? പറ, ആരും പറയുന്നില്ല. ആസിയാൻ അറിയില്ല. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് കേട്ടോ. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നാണ് ആസിയാന്റെ പൂർണ്ണരൂപം. ഓക്കെ, ആസിയാൻ ഏത് വർഷമാണ് ഫോം ചെയ്തത്? അത് ആർക്കെങ്കിലും പറയാമോ? ആസിയാൻ ഫോം ചെയ്ത വർഷം ഏതാണ് കുട്ടികളെ? ആസിയാൻ ഫോം ചെയ്യുന്നത് 1967 ഓഗസ്റ്റ് മാസം 8-നാണ് ആസിയാൻ ഫോം ചെയ്യുന്നത്. സൗത്ത് ഈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തെക്ക് കിഴക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ എന്ന് പറയുന്നത്. 1967 ഓഗസ്റ്റ് 8-നാണ് ആസിയാൻ ഫോം ചെയ്യുന്നത്. വർഷം ചോദിച്ചിട്ടുണ്ട്, 67 കേട്ടോ. അത് സാധാരണ ചോദിക്കത്തില്ല, നല്ല ടൈറ്റ് എക്സാം ഒക്കെ വരുന്ന സമയത്ത് ആസിയാൻ ഫോം ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട്. 1967 ആണ്. 1967. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആസിയാന്റെ ആസ്ഥാനം ചോദിക്കും. ആസിയാന്റെ ആസ്ഥാനം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആസിയാന്റെ ആസ്ഥാനം ഇന്തോനേഷ്യ ആണ്. ഇന്തോനേഷ്യയിൽ എവിടെയാ ആസിയാന്റെ ആസ്ഥാനം? ഇന്തോനേഷ്യ കറക്റ്റ് ആണ്. ഇന്തോനേഷ്യയിൽ എവിടാ? ഇന്തോനേഷ്യയിൽ ജക്കാർത്ത. ആസിയാന്റെ ആസ്ഥാനം ഇന്തോനേഷ്യയിൽ എവിടെ നേട്ടി കഴിഞ്ഞാല് ജക്കാർത്ത കേട്ടോ. ഇന്തോനേഷ്യയിൽ ജക്കാർത്തയാണ് ആസിയാന്റെ ആസ്ഥാനം. ജക്കാർത്തയാണ് ആസിയാന്റെ ആസ്ഥാനം കേട്ടോ. ക്ലിയർ ആണല്ലോ? അപ്പൊ 2026 48ാമത്തെ ആസിയാൻ ഉച്ചകോടിയുടെ വേദിയാണ് ഫിലിപ്പീൻസ്. 2026 48ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദിയാണ് ഫിലിപ്പീൻസ്. അങ്ങനെയെങ്കിൽ 2025 47ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി ആരെങ്കിലും പറയാൻ പറ്റുമോ? കറക്റ്റാണ് അനീഷ്യ. മലേഷ്യ. 2025 47ാമത് ആസിയാൻ ഉച്ചകോടിയുടെ വേദി മലേഷ്യ. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ആസിയാനിലെ അംഗസംഖ്യ 2025 വരെ 10 ആയിരുന്നു. 10 രാജ്യങ്ങളായിരുന്നു അംഗസംഖ്യ. 2025 11ാമത്തെ രാജ്യത്തെ ഉൾപ്പെടുത്തുന്നത്. നിലവിൽ 11 രാജ്യങ്ങളാണ് ആസിയാൻ കൺട്രീസ്. ഓക്കെ, 11 രാജ്യങ്ങളാണ് ആസിയാൻ കൺട്രീസ്. ആ 11ാമത്തെ രാജ്യമായി 2025 ആസിയാൻ ഉച്ചകോടിയിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 11ാമത്തെ അംഗം കറക്റ്റാണ് അനു. ടിമോർ ലെസ്റ്റയാണ് ആൻസർ. ടിമോർ ലെസ്റ്റയാണ് ആൻസർ. ടിമോർ ലെസ്റ്റയാണ്. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 2025 നടന്നത് ആസിയാന്റെ എത്രാമത്തെ? ആസിയാന്റെ 47ാമത്തെ ഉച്ചകോടിയാണ് മലേഷ്യയിൽ വെച്ചിട്ട്. 10 രാജ്യങ്ങളായിരുന്ന ആസിയാൻ കൺട്രീസ് 11ആയി വർദ്ധിക്കുന്നു. 11ാമതായി ഉൾപ്പെടുത്തിയ രാജ്യം ടിമോർ ലെസ്റ്റെ. ഏതാ കുട്ടികളെ? ടിമോർ ലെസ്റ്റയാണ് 11ാമത്തെ ആസിയാൻ കൺട്രി. ടിമോർ ലെസ്റ്റയാണ്. ഓക്കെ അല്ലേ? ഇനി 48ാമത്തെ ആസിയാൻ ഉച്ചകോടി 2026 48ാമത് ആസിയാൻ ഉച്ചകോടി ഫിലിപ്പീൻസ് ആണ്. 1967 ഓഗസ്റ്റ് മാസം 8-ാം തീയതി പ്രവർത്തനം ആരംഭിച്ച ആസിയാൻ, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിന്റെ കൂട്ടായ്മ,
ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്ത ആസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുന്നു കുട്ടികളെ? പ്രവർത്തിക്കുന്നു. മനസ്സിലായോ എല്ലാവർക്കും? നിലവിലെ അംഗസംഖ്യ 11. 11ാമത്തെ അംഗമാണ് ടിമോർ ലെസ്റ്റെ. 11ാമത്തെ അംഗമാണ് ടിമോർ ലെസ്റ്റെ. 11ാമത്തെ അംഗമാണ് ടിമോർ ലെസ്റ്റെ. ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ഒരു സമ്മേളനം കൂടെ പറയട്ടെ കുട്ടികളെ. ഒരു സമ്മേളനം കൂടെ പറയട്ടെ. ഒരു സമ്മേളനം കൂടെ നമുക്ക് അതൊന്ന് പറയാം. ഒരു ഉച്ചകോടിയും കൂടെ അല്ലെ? ഒരു ഉച്ചകോടിയും കൂടെ. ഓക്കെ, നാറ്റോ 2025 ഒന്ന് പറയോ? നാറ്റോ 2025. നാറ്റോ 2025. നാറ്റോ 2025 പറഞ്ഞേ. നാറ്റോ 2025. നാറ്റോ 2025 ഹേഗ് ആണല്ലേ? ഹേഗ്. തുർക്കിയാണോ 2025? തുർക്കി 2026. നാറ്റോ 2025 ഹേഗ്. 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 നെതർലാൻഡിലെ ഹേഗ് അല്ലെ? നെതർലാൻഡിലെ ഹേഗ്. നാറ്റോ 2025 നെതർലാൻഡിലെ ഹേഗ് ആണേ. പ്രത്യേകത എന്ന് വെച്ചാൽ നെതർലാൻഡിൽ വെച്ച് ആദ്യമായിട്ടാണ് നാറ്റോ ഉച്ചകോടി നടക്കുന്നത്. നെതർലാൻഡിൽ വെച്ച് ആദ്യമായിട്ടാണ് നാറ്റോ ഉച്ചകോടി നടക്കുന്നത് കേട്ടോ. ഹേഗ് നെതർലാൻഡ്. ഹേഗ് നെതർലാൻഡ്. ഹേഗിനൊരു പ്രത്യേകതയുണ്ട് കുട്ടികളെ. നമ്മുടെ യുഎന്നിന്റെ പ്രധാനപ്പെട്ട 6 ഘടകങ്ങളിൽ ഒരെണ്ണം, ഒരു UN ഘടകം സ്ഥിതി ചെയ്യുന്നത് ഹേഗാണ്. അതായത് അമേരിക്കയ്ക്ക് വെളിയിലായിട്ട് ഒരു UN ഘടകം സ്ഥിതി ചെയ്യുന്നുണ്ട്. 6 പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒരെണ്ണം അമേരിക്കയ്ക്ക് വെളിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഹേഗ് നെതർലാൻഡാണ്. അതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഹേഗ് നെതർലാൻഡ്. ഹേഗ് നെതർലാൻഡ്. ഹേഗ് നെതർലാൻഡ് കേട്ടോ. ഹേഗ് നെതർലാൻഡ്. ഇനി 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി ഒന്ന് പറയോ? അങ്കാര. കറക്റ്റ് ആണ്. അങ്കാര, തുർക്കി. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദിയാണ് അങ്കാര, തുർക്കി. അങ്കാര, തുർക്കി. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി അങ്കാര, തുർക്കി. അങ്കാര, തുർക്കിയാണ് 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി. ഓക്കെ, നാറ്റോ ഫോം ചെയ്ത വർഷം തീയതി എന്ന് പറഞ്ഞേ. നാറ്റോ ഫോം ചെയ്ത വർഷം തീയതി എന്ന് പറഞ്ഞേ. പറ. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് നാറ്റോ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അതാണ് നാറ്റോ. 1949 ഏപ്രിൽ മാസം 4-ാം തീയതി. 1949 ഏപ്രിൽ മാസം 4-ാം തീയതി നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. 1949 ഏപ്രിൽ മാസം 4 അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സൈനിക സഖ്യം ഏതെങ്കിലും ഒരു രാജ്യം നാറ്റോ കൺട്രികളെ ആക്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാറ്റോയിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തെ ഏതെങ്കിലും മറ്റൊരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ നാറ്റോ സൈനിക സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്കെതിരെ പോരാടും. അതാണ് നാറ്റോയുടെ പ്രത്യേകത. മനസ്സിലായോ? നാറ്റോ സൈനിക സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ നാറ്റോ സൈനിക സഖ്യം ഒരുമിച്ച് നിന്നുകൊണ്ട് അവർക്കെതിരെ പോരാടും. അങ്ങനെ നാറ്റോ ഫോം ചെയ്യുന്നത് 49 ഏപ്രിൽ 4 അമേരിക്കയുടെ നേതൃത്വത്തിലാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നാറ്റോ ആസ്ഥാനം എവിടെയാണ്? നാറ്റോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്. നാറ്റോ ആസ്ഥാനം എവിടെയാണ്? പറയാതെ പോകാൻ പറ്റൂല. നാറ്റോ ആസ്ഥാനം എവിടെ? പറഞ്ഞേ. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം. നാറ്റോയുടെ അംഗസംഖ്യ 32. അവിടെയും ചോദ്യമുണ്ട്. നാറ്റോയുടെ അംഗസംഖ്യ 32. അവിടെയും ചോദ്യമുണ്ട്. 32ാമത്തെ അംഗരാജ്യം ഏത്? 32ാമത്തെ അംഗരാജ്യം. നാറ്റോ 32ാമത്തെ അംഗരാജ്യം ചോദ്യമാണ്. 32ാമത്തെ അംഗരാജ്യം സ്വീഡൻ. 32ാമത്തെ അംഗരാജ്യം സ്വീഡൻ. 31ാമത്തെ അംഗരാജ്യം
32 അംഗരാജ്യങ്ങൾ. 32ാമത്തെ സ്വീഡൻ. 31ാമത്തെ അംഗരാജ്യം ഫിൻലാൻഡ്. 31ാമത്തെ അംഗരാജ്യം ഫിൻലാൻഡ്. വീണ്ടും ചോദ്യമുണ്ട്, നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോ സെക്രട്ടറി ജനറൽ ആരാ കുട്ടികളെ? നാറ്റോ സെക്രട്ടറി ജനറൽ ആരാണ്? ആരും പറയുന്നില്ല. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റുട്ടെയാണ് നാറ്റോ സെക്രട്ടറി ജനറൽ. മാർക്ക് റുട്ടെയാണ് നാറ്റോ സെക്രട്ടറി ജനറൽ. ഇവിടെ അദ്ദേഹം ഏത് രാജ്യക്കാരനാണ്? മാർക്ക് റുട്ടെ ഏത് രാജ്യക്കാരനാണ്? മാർക്ക് റുട്ടെ ഏത് രാജ്യമാണ്? ബെൽജിയമാണോ? മാർക്ക് റുട്ടെ നെതർലാൻഡുകാരനാണ്. മാർക്ക് റുട്ടോ നെതർലാൻഡുകാരനാണ്. ഓക്കെ, അപ്പൊ പിള്ളേരെ നാറ്റോങ്ങൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് പോവേ. നാറ്റോ 2025 ഹേഗ്, നെതർലാൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞ ആ പോയിന്റ് മറക്കണ്ട. യുഎന്നിന്റെ 6 പ്രധാന ഘടകങ്ങളിൽ അമേരിക്കയ്ക്ക് വെളിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ഘടകമാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി. അത് എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഹേഗിലാണ്, നെതർലാൻഡിലെ ഹേഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി അങ്കാര, തുർക്കി. ഓക്കെ അല്ലേ? നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശീതസമര കാലഘട്ടത്തിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊള്ളുന്ന സൈനിക സഖ്യമാണ് നാറ്റോ. രൂപം കൊള്ളുന്നത് 1949 ഏപ്രിൽ മാസം 4-ാം തീയതിയാണ്. നാറ്റോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ബ്രസൽസ്, ബെൽജിയം. 32 അംഗരാജ്യങ്ങൾ. 32ാമത്തെ അംഗരാജ്യം സ്വീഡൻ. 31ാമത്തെ അംഗരാജ്യം ഫിൻലാൻഡ്. മാർക്ക് റുട്ടെ നെതർലാൻഡുകാരനായ മാർക്ക് റുട്ടെയാണ് നിലവിലെ നാറ്റോ സെക്രട്ടറി ജനറൽ. അപ്പൊ നാറ്റോ ആസിയാൻ ലാസ്റ്റ് 2 ഉച്ചകോടി വേദി അതാണ് പഠിച്ചത്. കഴിഞ്ഞ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ G20, G7, ബ്രിക്സ് ഒക്കെ പഠിച്ചു. ഓക്കെ അല്ലേ? അതുപോലെ ഇങ്ങനെ നിങ്ങൾ ഓരോന്നായിട്ട് പഠിച്ച് അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പോയിന്റ്സ് എല്ലാം ക്ലിയർ ആക്കി പോകുന്നു എന്നാണ് വിശ്വാസം. അടുത്ത ക്വസ്റ്റിലേക്ക് പോട്ടെ കുട്ടികളെ. ഓക്കെ, ശരി. നമ്മുടെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പേർക്ക് അറിയാമെന്ന് നോക്കാം. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭ. അതിദാരിദ്ര്യമുക്ത നഗരസഭ ഒന്ന് പറഞ്ഞേ. ആരും പറയുന്നില്ല. ആർക്കും അറിയത്തില്ല. ഏത് നഗരസഭ കുട്ടികളെ? അറിയില്ല. അയ്യോ. എന്നാൽ ഞാനൊരു വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം ഏതാണ്? അതെങ്കിലും അറിയാമോ നിങ്ങൾക്ക്? ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം കേരളമാണ്. അതിദരിദ്രം ഇല്ലാത്ത ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം എന്നാണ് ആ പ്രഖ്യാപനം ഉണ്ടായത്? പ്രഖ്യാപനം എപ്പോഴാണ് ഉണ്ടായത്? ഇന്ത്യയിൽ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? കുട്ടികളെ? 2025 നവംബർ 1-നാണ്. 2025 നവംബർ 1-നാണ്. നമുക്ക് ഡേറ്റ് ചോദിക്കുന്ന 1-2 ചോദ്യമുണ്ട് പിള്ളേരെ. കെ സ്മാർട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കെ സ്മാർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പോർട്ടലാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് എപ്പോഴാണ് ഉദ്ഘാടനം ചെയ്തത്? കെ സ്മാർട്ട് ഉദ്ഘാടനം ചെയ്ത തീയതി ആർക്കെങ്കിലും പറയാവോ? കെ സ്മാർട്ട് കുറച്ച് പുറകിലോട്ടാണ്, 23 അല്ല. 2024 ജനുവരി 1 മുതലാണ് കെ സ്മാർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. 2024 ജനുവരി 1 മുതലാണ് കെ സ്മാർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നത്. 2024 ജനുവരി 1 മുതലാണ് കെ സ്മാർട്ട്. അതുപോലെ ഈ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടിയിട്ടുള്ള പദ്ധതി, മെഡിസെപ്പ് പദ്ധതി, ഇൻഷുറൻസ് പദ്ധതി, മെഡിക്കൽ ഇൻഷുറൻസ് ഫോർ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. മെഡിസെപ്പ് എപ്പോഴാണ് ആരംഭിച്ചത്? മെഡിസെപ്പ് 2022 ജൂലൈ 1-നാണ് കേട്ടോ. മെഡിസെപ്പ് 2022 ജൂലൈ 1-നാണ്.
ഓക്കെ അല്ലേ? ഇത് നിങ്ങൾ മറക്കരുത്. ഇതൊക്കെ നമുക്കിപ്പം കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിലല്ലാതെ തന്നെ ചിലപ്പോൾ പുറകിലോട്ട് പോയി പരീക്ഷ ചോദിക്കാം. 2022 ജൂലൈ 1-നാണ് മെഡിസെപ്പ്. കെ സ്മാർട്ട് ആരംഭിച്ചത് 2024 ജനുവരി 1-നാണ്. കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 2025 നവംബർ 1-ആണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് ഏത് കുട്ടികളെ? കേരളം. ഞാൻ ചോദിച്ചത് അതിദാരിദ്ര്യമുക്ത നഗരസഭ ഏതെന്നാണ് ചോദ്യം. നഗരസഭ, അതിദാരിദ്ര്യമുക്ത നഗരസഭ ഏതെന്ന് ചോദിച്ചാൽ ഒരു റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ഒരു സ്ഥലം നമ്മൾ അറിയപ്പെടുന്നത് കൂടുതലും. പറയാവോ? ആർക്കും അറിയത്തില്ല. പാലക്കാട് ജില്ല. പറയുന്നില്ല. വളരെ ഷൊർണൂർ ആണ് കേട്ടോ. ഷൊർണൂർ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭ എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഷൊർണൂർ നഗരസഭ. ഏതാ കുട്ടികളെ? ഷൊർണൂർ നഗരസഭ. ജില്ല ഏതാ? അതിദാരിദ്ര്യമുക്ത ജില്ല ഏതാ? കേരളത്തിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല ഏതാ? ജില്ലയാണ് ചോദിക്കുന്നതെങ്കിൽ ദാരിദ്ര്യമുക്ത ജില്ലയാണ് കോട്ടയം. അതിദാരിദ്ര്യമുക്ത ജില്ല കണ്ണൂരാണ് കേട്ടോ. ദാരിദ്ര്യമുക്ത ജില്ലയാണ് കേട്ടോ കോട്ടയം. കണ്ണൂരാണ്. ചോദ്യം മാറിപ്പോവരുതേ. കേരളത്തിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ല അത് കണ്ണൂരാണ് കേട്ടോ. അതിദാരിദ്ര്യമുക്ത ജില്ല കണ്ണൂരാണ്. കണ്ണൂര്. ഓക്കെ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നിയമസഭാ മണ്ഡലം ഏതാ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലം ഏതാ? അതിദാരിദ്ര്യമുക്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ലെങ്കിൽ അത് ധർമ്മടം, കണ്ണൂര്. എല്ലാം നമ്മുടെ മുഖ്യമന്ത്രി അല്ല, ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണ്. ഇന്ന് പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയാണ് കേട്ടോ. ധർമ്മടം, കണ്ണൂര്. ഓക്കെ. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയിട്ടില്ല. സ്റ്റിൽ ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം കാവൽ മുഖ്യമന്ത്രി പദവിയിലാണ് കേട്ടോ. പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നത് വരെയും കാവൽ മുഖ്യമന്ത്രി പദവിയിൽ പിണറായി വിജയനാണ്. ഓക്കെ, ശരി. അപ്പം ഈ പറയുന്ന അസംബ്ലി മണ്ഡലം, അതായത് നിയമസഭാ മണ്ഡലം ഏന്ന് കേട്ട് കഴിഞ്ഞാല് അത് ധർമ്മടം, കണ്ണൂരാണ്. ഓക്കെ അല്ലേ? ഇനി ഏതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ? അതിദാരിദ്ര്യമുക്ത ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ? അതും കണ്ണൂര് തന്നെ. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണൂര്. ഓക്കെ അല്ലേ? ഗ്രാമപഞ്ചായത്ത് അതും കണ്ണൂര് തന്നെ. അതേന്നറിയോ? കുറ്റിയാട്ടൂർ. ഏതാ കുട്ടികളെ? കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനങ്ങൾ. പ്രഖ്യാപനം വന്നത് എപ്പോഴും നമുക്ക് നോക്കാം. അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം 2025 നവംബർ 1-നാണ് അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാണ് കേരളം. ആദ്യത്തെ ജില്ല കണ്ണൂർ. അതിദാരിദ്ര്യമുക്ത ജില്ല കണ്ണൂർ. നഗരസഭ ഷൊർണൂർ. നിയമസഭാ മണ്ഡലം ധർമ്മടം. ധർമ്മടത്തെ എം എൽ എ ആരാണ് ഇപ്പോഴത്തെ? ധർമ്മടത്തെ എം എൽ എ ആരാണ്? ധർമ്മടത്ത് നിന്നുള്ള എം എൽ എ ആരാണ്? ആർക്ക് പറയാം? PV അൻവർ ആണോ? പിണറായി വിജയൻ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് എടക്കാട്, കണ്ണൂര്. ഗ്രാമപഞ്ചായത്ത് കുറ്റിയാട്ടൂർ, കണ്ണൂർ കേട്ടോ. കുറ്റിയാട്ടൂർ കണ്ണൂർ. ഓക്കെ, കുറ്റിയാട്ടൂർ കണ്ണൂർ. ഓക്കെ, ക്ലിയർ ആണേ? അപ്പൊ അതാണ് അതിദാരിദ്ര്യമുക്തം. പഠിച്ചോണം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. നോട്ട് ചെയ്ത് വെച്ചല്ലോ. ഓക്കെ, എങ്കിലേ ഒരു ചോദ്യം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ നോക്കണേ. ഞാൻ ഒരാളുടെ പേര് ഇവിടെ എഴുതാവേ. നിങ്ങൾ ആരെന്ന് കണ്ടുപിടിക്കണം. പി ഇന്ദിര. ആരാണ് പി ഇന്ദിര? ആരെന്നറിയോ? പി ഇന്ദിര
ആരും പറയുന്നില്ല. ഒന്ന് ആർക്കും പറ്റണില്ലേ? ആ ജില്ലക്കാർക്കും പറ്റണില്ലേ? ആ ജില്ലക്കാർക്കും പറ്റണില്ലേ? അറിയില്ല. ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആളാണ്. ക്ലൂവാ. ഒരു മേയറാണ് അദ്ദേഹം. പി ഇന്ദിര ഒരു മേയറാണ്. പി ഇന്ദിര ഒരു മേയറാണ്. പിള്ളേരെ, കണ്ണൂർ മേയറുടെ പേരാണ്, കണ്ണൂർ മേയർ കേട്ടാ, കണ്ണൂർ മേയറുടെ പേരാണ് പി ഇന്ദിര. നിലവിലെ കണ്ണൂർ മേയറാണ് ആര് കുട്ടികളെ? പി ഇന്ദിര. നിലവിലെ കണ്ണൂർ മേയറാണ് പി ഇന്ദിര. ഓക്കെ അല്ലേ? ഓ സദാശിവൻ എവിടത്തെ മേയറാണ്? ഓ സദാശിവൻ എവിടത്തെ മേയറാ? പറഞ്ഞേ. ഓ സദാശിവൻ എവിടത്തെ മേയറാ? ഓ സദാശിവൻ പോരാ. ഓ സദാശിവൻ പറവുള്ളത് ആർക്കും അറിയത്തില്ല. ഇനി എത്ര കോർപ്പറേഷനാ ഉള്ളു? ഇനി 5 എണ്ണമല്ലേ ഉള്ളൂ. കറക്കി കുത്തിയേറി. ഓ സദാശിവൻ കോഴിക്കോട് മേയർ. കേട്ടാ? ഓ സദാശിവൻ കോഴിക്കോട് മേയർ. ഓക്കെ അല്ലേ? കോഴിക്കോട് മേയർ. ഇനി കേട്ടാ, നിജി ജസ്റ്റിൻ എവിടത്തെ മേയറാ? പേരേട്ടപ്പോ ഒരു എറണാകുളം ടച്ച് വന്നെന്ന് തോന്നുന്നു. തെറ്റാണ്. തൃശൂർ മേയറാണ്. നിലവിലെ തൃശൂർ മേയറുടെ പേരാണ് നിജി ജസ്റ്റിൻ. നിലവിലെ തൃശൂർ മേയറുടെ പേരാണ്. ഓക്കെ അല്ലേ? അടുത്ത് വി കെ മിനിമോൾ. എവിടാ? നിജി ജസ്റ്റിൻ തൃശൂര്. വി കെ മിനിമോൾ എവിടാ? കുറെ ആൾക്കാർക്ക് എല്ലാ മേയർമാരെയൊക്കെ നേരിട്ട് അറിയാം. ക്ലാസ് ലെഫ്റ്റ് ആയതല്ലേ? കൊച്ചി വി കെ മേയറൊക്കെ ചോദിക്കും എത്ര വനിതാ മേയർ ഉണ്ടെന്നും താഴെ തന്നിരിക്കുന്ന ആരാണ് ഇപ്പോഴത്തെ മേയർ എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ മറ്റേ ഇത് എഴുത്തച്ഛൻ പുരസ്കാരം മാത്രം പഠിച്ചോണ്ടിരുന്നാൽ മതി. കുറെ കിഴങ്ങളുണ്ട്. പഠിപ്പിച്ച ലെഫ്റ്റ് ആവുമ്പോ പറയത്തില്ല. ചില ടോപ്പിക് എടുക്കുമ്പം ഇത്തിരി പാടുള്ളതാണെങ്കിൽ അപ്പൊ ഒരൊറ്റ പോക്ക. അല്ല, എനിക്കത് അനലിറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. എളുപ്പമുള്ളതാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല. എത്ര വേണോ കണ്ടു കേട്ടോണ്ടിരിക്കും. പുതിയൊരു കാര്യം പഠിക്കാൻ ഇത്തിരി പാടുള്ള കാര്യം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഇതൊക്കെ ഇനി എളുപ്പമുള്ള പരിപാടിയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ലക്ഷക്കണക്കിന് പേരെ എഴുതുമ്പോഴാണ് ഏകദേശം ഒരു വർഷം ഒരു 10,000 പേർക്കൊക്കെ നിയമനം നടക്കുന്നത്. നിങ്ങൾ ഈ 20-22,000 എന്നൊക്കെ പറയുന്നത് ടെക്നിക്കൽ പോസ്റ്റുകളുടെ നിയമനം, അങ്ങനെ ഒരുപാട് പോസ്റ്റുകളുടെ നിയമനം. നിങ്ങൾ പഠിക്കുന്ന ഈ പറയുന്ന ഫോഴ്സ് അല്ലെങ്കിൽ LGS അങ്ങനത്തെ പോസ്റ്റുകളുടെ നിയമനമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു 10,000 മുതൽ 15,000 വരെയൊക്കെ ഉള്ളൂ. അപ്പൊ അത്രത്തോളം കോമ്പറ്റീഷൻ ഉള്ളപ്പോൾ നമ്മള് ആർക്കും എഴുതാൻ പറ്റാത്ത ചോദ്യങ്ങൾ എഴുതുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാർക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, റാങ്ക് കിട്ടുന്നത്. സോ ഇതൊക്കെ പഠിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മതി. മേയർമാരുടെ പേരും മേയർമാരുടെ എണ്ണവും ഒക്കെ ചോദ്യം വന്നിട്ടുണ്ട്. എത്ര വനിതാ മേയർ ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ശരി, ഇനി അടുത്ത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു. വി കെ മിനിമോൾ കൊച്ചിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നിങ്ങൾ പെട്ടെന്ന് പറയും. എ കെ ഹഫീസ് എവിടെയാ? എ കെ ഹഫീസ് കൊല്ലം. ഇനി നിനക്കൊക്കെ പറയാൻ എളുപ്പമല്ലേ? എ കെ ഹഫീസ് കൊല്ലം. കാരണം നമ്മുടെ ട്രിവാൻഡ്രം മേയർ എല്ലാവർക്കും അറിയായിരിക്കും. വി വി രാജേഷ് ട്രിവാൻഡ്രം. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? നിങ്ങൾക്ക് ഈ ഏത് ജില്ലക്കാരായാലും നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മേയർ വി വി രാജേഷ് അല്ലേ എഴുതാം? ഓക്കെ ക്ലിയർ ആണ്. കൊല്ലംകാർക്ക് സ്വന്തം മേയർ അറിഞ്ഞൂടെങ്കിലും നമ്മളെ തിരുവനന്തപുരം മേയർ അറിയായിരുന്നു കേട്ടോ. അതാണ് എന്റെ പ്രത്യേകത. ശരി, അപ്പൊ പി ഇന്ദിര കണ്ണൂർ മേയറാണ്. ഓക്കെ. ഓ സദാശിവൻ കോഴിക്കോട്. കോഴിയുടെ ഓ പിടിച്ചത് ഓക്കെ. നിജി ജസ്റ്റിൻ തൃശ്ശൂർ കേട്ടാ. നിജി ജസ്റ്റിൻ പേര് കാണുമ്പോൾ കൊച്ചി കൊണ്ട് വയ്ക്കാൻ തോന്നും. അല്ല, തൃശ്ശൂര്.
VK മിനിമോള് അവരാണ് കൊച്ചി. ഓക്കെ, കൊച്ചിക്ക് ചേരാത്തൊരു പേരല്ലേ VK മിനിമോൾ. അടുത്ത AK ഹഫീസ് കൊല്ലം, BB രാജേഷ് ട്രിവാൻഡ്രം. കേട്ടാ, കോഴി സദാശിവൻ അവർ മേയറാണ് നീ പറയണത് കേട്ടാ അനു. അപ്പം ഈ പറയുന്ന 6 മേയർമാർ, 6 കോർപ്പറേഷനുകളും 6 കോർപ്പറേഷൻ മേയർമാരെ നിങ്ങൾ മറക്കരുത് കേട്ടോ. 6 കോർപ്പറേഷനുകളും 6 കോർപ്പറേഷൻ മേയർമാരെ നിങ്ങൾ മറക്കരുത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ 3 പേര് ഇതിൽ എത്രയാണ് വനിതകൾ എന്ന് ഇട്ട് കഴിഞ്ഞാൽ 3 വനിതകൾ കേട്ടോ, 3 വനിതകൾ. ഓക്കെ, പി ഇന്ദിര, നിജി, ഓക്കെ, VK മിനിമോൾ കേട്ടോ, 3 വനിതകൾ. എത്ര വനിതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ആണ് കേട്ടോ. ഓക്കെ, ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2025 കേരളപ്രഭ പുരസ്കാരം ലഭിച്ച PB അനീഷ് ഏത് മേഖലയിൽ നിന്നാണ് ചോദ്യം. PB അനീഷിന്റെ മേഖല. 2025 കേരളപ്രഭ പുരസ്കാരം. കേരള പുരസ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേരള പുരസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കേരള ജ്യോതി ആർക്കാ കിട്ടിയത്? കേരള ജ്യോതി ആർക്കാ കിട്ടിയത്? കേരള ജ്യോതി കിട്ടിയത് ഡോക്ടർ MR രാഘവ വാര്യർക്കാണ് കേട്ടോ. ഡോക്ടർ MR രാഘവ വാര്യർ. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർ. അദ്ദേഹം ഏത് മേഖല എന്ന് കേട്ട് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ്, ചരിത്രകാരനാണ്, ഹിസ്റ്റോറിയനാണ് MR രാഘവ വാര്യർ. അപ്പൊ കേരള ജ്യോതി ലഭിച്ച ആള് MR രാഘവ വാര്യറാണ്. അദ്ദേഹം ചരിത്രകാരനാണ്, അതുപോലെ വിദ്യാഭ്യാസമാണ് അദ്ദേഹത്തിന്റെ മേഖല. വളരെ കേരള പ്രഭ പുരസ്കാരം 2 പേർക്ക് ലഭിച്ചു. കേരള പ്രഭ പുരസ്കാരം 2 പേർക്ക്. ഒരാള് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, PB അനീഷ് ഒരാള്. ഓക്കെ, PB അനീഷ് ഏത് മേഖല കുട്ടികളെ? PB അനീഷ് കാർഷിക മേഖല. PB അനീഷ് കാർഷികം. ഓക്കെ, രാജശ്രീ വാര്യർ ഏത് മേഖലയാണ്? കല. PB അനീഷ് കാർഷികം, രാജശ്രീ വാര്യർ കല. PB അനീഷ് കാർഷികം, രാജശ്രീ വാര്യർ കല. ഓക്കെ അല്ലേ? അപ്പൊ കേരളപ്രഭ, PB അനീഷ് കാർഷികം, രാജശ്രീ വാര്യർ കല. ഈ രാജശ്രീ വാര്യർ ഏതുമായി ബന്ധപ്പെട്ട് ഏത് കലയാണ് കുട്ടികൾ? രാജശ്രീ വാര്യർ ഏത് കലയാണെന്ന് പറയാവോ? രാജശ്രീ വാര്യർ ഏത് കലയായിട്ട് ബന്ധപ്പെട്ടതാണ്? സിംഗറാണ്. അവരൊരു നൃത്തകലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏതാണ്? ഭരതനാട്യം. രാജശ്രീ വാര്യർ ഭരതനാട്യ നർത്തകി കൂടിയാണ്. ഭരതനാട്യ നർത്തകി കൂടിയാണ് ആര്? രാജശ്രീ വാര്യർ. ഭരതനാട്യം. ഓക്കെ, ക്ലിയർ ആണ്. ഇനി നിങ്ങൾ പഠിക്കാനുള്ളത് അല്ലല്ല, അത് ഈ രാജശ്രീ അല്ല, അത് വേറെ രാജശ്രീയാണ് കേട്ടോ. രണ്ട് ആൾക്കാരാണ്. ഓക്കെ, വളരെ 5 പേർക്കാണ് കേരള ശ്രീ ലഭിച്ചത്. 5 പേർക്ക്. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞേ. 5 പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത്. കേരള ശ്രീ 5 പേർക്കാണ്. അത് ആരെയൊക്കെ നിങ്ങൾക്ക് അറിയാം? ജിലുമോൾ മാരിയറ്റ് തോമസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ജിലുമോൾ മാരിയറ്റ് തോമസ് പരീക്ഷയിൽ ചോദിച്ചു. ഓൾറെഡി ചോദ്യം വന്നു. ജിലുമോൾ മാരിയറ്റ് തോമസ്. ജിലുമോൾ മാരിയറ്റ് തോമസ് അവർക്ക് ഏത് മേഖലയാണ് കൊടുത്തത് കുട്ടികൾ? ഏത് മേഖലയ്ക്കാണ് കൊടുത്തത്? അല്ലെങ്കിൽ എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുത്തത്? ജിലുമോൾ മാരിയറ്റ് തോമസ് കൈകളില്ലാത്ത ഒരു കുട്ടിയാണ്. അയാൾക്ക് കിട്ടിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന രീതിയിലാണ് അവർക്ക് കൊടുത്തത്. ജിലുമോൾ മാരിയറ്റ് തോമസ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത അഭിലാഷ് ടോമി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വ്യക്തിയാണ്. അഭിലാഷ് ടോമിക്ക് എന്താ കൊടുത്തേ? അഭിലാഷ് ടോമിക്ക് കൊടുക്കാനുള്ളത് ഏത് മേഖലയിലാ? കായികം. അഭിലാഷ് ടോമി കായികം. ഓക്കെ, ഇനി ആരെങ്കിലും അറിയോ നിങ്ങൾക്ക്? യെസ്, ശശികുമാർ എന്താ? ശശികുമാറിന്റെ പ്രത്യേകത എന്താ? അദ്ദേഹത്തിന് ഏത് മേഖലയാണ് ശശികുമാർ?
ജേർണലിസം കറക്റ്റ് ആണ്. ജേർണലിസം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം. ജേർണലിസം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം. ഓക്കെ, ശശികുമാർ ജേർണലിസം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം. ശശികുമാർ ജേർണലിസം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം. ഈ ശശികുമാറിനെ നിങ്ങൾക്ക് അറിയാം. നിങ്ങള് മറ്റേ ഈ സിനിമ ഉണ്ടല്ലോ കുട്ടികളെ, മമ്മൂട്ടി മറ്റേ ഒരു പാട്ടൊക്കെ പാടുന്ന മമ്മൂട്ടി ലൗഡ് സ്പീക്കർ സിനിമ ഉണ്ടാ നിങ്ങള്? അതെ അത് തന്നെ. 24/7 24/7 അതേ സിനിമ 24/7. അത് മറ്റേ ദിലീപിന്റെ ഒരു സിനിമയില്ല, അതിലുണ്ടോ ഇയാള്? ഞാൻ മറ്റേ സിനിമയെ കണ്ടുള്ളൂ, ലൗഡ് സ്പീക്കർ. ഓക്കെ, അനുതോടെ പാട്ടൊക്കെ പാടുന്നു. സന്തോഷമായി തന്നെല്ലാം സ്വീകരിച്ച് ഞങ്ങളിതാ പോകുന്നു. അങ്ങനെയല്ലല്ലേ, വേറൊരു പാട്ടാണ് മമ്മൂട്ടിയിൽ പാടുന്നത്, എനിക്കൊരെണ്ണം തന്നോടി, അങ്ങനെ ഒരു പാട്ടാണ് പാടുന്നത്. ഓക്കെ, ശശികുമാർ മാധ്യമ പ്രവർത്തനമാണ് കേട്ടോ. ശശികുമാർ മാധ്യമ പ്രവർത്തനമാണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാൾക്കാരും കൂടെ ഉണ്ട്. ഒന്ന് MK വിമൽ ഗോവിന്ദ് കേട്ടോ. MK വിമൽ ഗോവിന്ദ് അദ്ദേഹം എന്താണ്? ഒരു എന്റർപ്രണർ ആണ്, സംരംഭകൻ. എന്റർപ്രണർ അല്ലെങ്കിൽ സംരംഭകൻ. MK വിമൽ ഗോവിന്ദ് സംരംഭകൻ. ഓക്കെ അല്ലേ? പിന്നെ ഹസൻ മുസലിയാർ എന്താ കുട്ടികളെ? ഷാഹൽ ഹസൻ മുസലിയാർ. അദ്ദേഹം എന്താണ്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. ഇത് ഇനിയിപ്പോ 2026 നവംബർ 1-നായിരിക്കും. ഇല്ലല്ല. ഓക്കെ, 2026 നവംബർ 1-നായിരിക്കും ഇനി അടുത്ത കേരള പുരസ്കാരം എന്ത് ചെയ്യുന്ന കുട്ടികളെ പ്രഖ്യാപിക്കുന്നത്. 2026 നവംബർ 1-ന്. അതുവരെയും നിങ്ങൾക്ക് ഈ സാധനം ഇമ്പോർട്ടന്റ് ആണ്. അതായത് 2025 കേരള പുരസ്കാരങ്ങൾ. ഓക്കെ അല്ലേ? കേരള ജ്യോതി ഡോക്ടർ MR രാഘവ വാര്യർ. അദ്ദേഹം വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻ ആണ്. MR രാഘവ വാര്യർ ഹിസ്റ്റോറിയനാണ്, വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഹിസ്റ്റോറിയനാണ്. കേരള പ്രഭ കിട്ടിയത് 2 പേർക്കാണ്. മാറിപ്പോലെ PB അനീഷ് കാർഷികം, രാജശ്രീ വാര്യർ കല അല്ലെങ്കിൽ തന്നെ ഭരതനാട്യ നർത്തകിയാണ്. ഏതാണ് ഡാൻസ് എന്ന് ചോദിച്ചാൽ ഭരതനാട്യം. കേരള ശ്രീ കിട്ടിയത് 5 പേർക്കാണ്. ജിലുമോൾ മാരിയറ്റ് തോമസ് അദ്ദേഹം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അഭിലാഷ് ടോമി നമുക്ക് എല്ലാവർക്കും അറിയാം, പായ്ക്കപ്പലിൽ ലോകം ചുറ്റിയ ഇന്ത്യക്കാരനാണ് അഭിലാഷ് ടോമി. അദ്ദേഹം കായിക മേഖലയാണ്. ശശികുമാർ മാധ്യമ പ്രവർത്തനം. MK വിമൽ ഗോവിന്ദ് സംരംഭകൻ, എന്റർപ്രണർ ആണ്. ഷാഹൽ ഹസൻ മുസലിയാർ എഡ്യൂക്കേഷൻ. ഇതാണ് 2025 കേരള പുരസ്കാരം. 2025 കേരള പുരസ്കാരം ഇതാണ്. ഓക്കെ അല്ലേ? ഇത് പഠിച്ചോണം. നിങ്ങൾ ഈ വർഷം എഴുതാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം ഈ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരും കേട്ടോ. മനസ്സിലായോ?